ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് പാർട്ട് 3 എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കും ബോറടിക്കുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കങ്ങനെ അനുമാനിക്കാമല്ലോ അല്ലേ. എന്നാണേലും ഇതെല്ലാം എനിക്ക് കല്യാണത്തിന് വാങ്ങിച്ച മാലയും സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് അതിന് നമ്മൾ എൻഗേജ്മെൻറ്റിനൊക്കെ വാങ്ങിച്ച, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ ആർക്കെങ്കിലും അതുപോലെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഏതെങ്കിലും ഒരു പാവപ്പെട്ട കൊച്ചിൻ്റെ കല്യാണമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം. കാരണം അതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല, ഒരൊറ്റ ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം എൻ്റെ കൊന്തയുടെ കളക്ഷൻസാണേ. അപ്പം ഞാൻ ആദ്യത്തെ ഇതെൻ്റെ ഫേവറേറ്റ് സിസ്റ്റർ എനിക്ക് തന്ന കേട്ടോ. എനിക്കും എബിച്ചനും തന്ന, പക്ഷേ ഇതൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ ഇതെൻ്റെ സമ്പാദ്യപ്പെട്ടി കേട്ടോ. ഇപ്പോൾ കണ്ടേ കൊടുക്കുക, അതിനകത്ത് ഇപ്പോൾ ചില്ലറ മാത്രമേ ഉള്ളൂ, വെല്ലറകളെല്ലാം ഞാൻ എടുത്തു. പിന്നെ ചില്ലറ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറേ മരുന്നുകൾ, കുറേ ടിന്നുകൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞാപ്പുമൊക്കെ എപ്പോഴും ഈ പണ്ടെന്ന് പറഞ്ഞാൽ അവനൊന്നും എടുത്ത് വായി വെക്കത്തൊന്നുമില്ലായിരുന്നു. ഇപ്പം മരുന്നൊക്കെ അവൻ സുഖമായിട്ട് എടുക്കും. അവനെല്ലാം കണ്ടാലും ഗൂവാന്ന് പറയും. അതുകൊണ്ട് അതൊക്കെ ആദ്യം തന്നെ അങ്ങ് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്തുവാ, ഞാൻ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന കേട്ടോ. പിന്നെ അപ്പോഴൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ഒരു എന്താ പറയുന്നത്, ഒരു സാഹചര്യം ഒത്തിട്ടുണ്ടായില്ല. ഇപ്പോൾ സാഹചര്യം ഒത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലാതെ ഞാനിത് വല്ലപ്പോഴും ഒന്ന് ഒതുക്കുന്നല്ല, ആഴ്ചയിൽ എപ്പോഴും ഒന്നും പറ്റത്തില്ല കേട്ടോ. അപ്പം ഈയിടെ ഞാൻ മേടിച്ച പുതിയ കമ്മലായിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പം ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, വെറും ഷോ കേട്ടോ, നിങ്ങളതൊന്നും വിചാരിക്കരുത്, വെറുതെ ഷോ മാത്രമാണ്. ഇനി ചിലപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ചിലപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നിങ്ങളെ ബോറടിപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട്. പിന്നെ കുറച്ച് മുമ്പ് കാണിച്ചത് ലെൻസാണ് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം ലെൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ക്യാമറ അത്രയും കറക്റ്റ് അല്ലെന്ന് മനസ്സിലായി. ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞാപ്പ് എണീറ്റു. അപ്പോൾ ഇനി നമുക്ക് പിന്നെ കാണാം.